കാര്യം മനസ്സിലാക്കണം. ഈശോയ്ക്ക് ആവശ്യമുണ്ട് നമ്മളെ ഈശോയുടെ പാർട്ട്ണറാക്കിയാൽ പോരാ. ഈശോ നമ്മുടെ ബിസിനസിന്റെ കേവലം ബിസിനസിന്റെ ഒരു പാർട്ട്ണർ അല്ല. ഈശോ ആരാണ്? നമ്മൾ ചെയ്യുന്ന ജോലികളുടെ നമ്മുടെ എല്ലാവരുടെയും മുതലാളിയാണ്, ഉടയവനാണ്. He is not a simple partner, but he is the real owner of everything that we have. നമുക്കുള്ള എല്ലാറ്റിന്റെയും യഥാർത്ഥത്തിലുള്ള ഉടമയാണ് അവിടുന്ന്. നമ്മൾ ആരാണ്? നമ്മൾ കാര്യസ്ഥന്മാർ മാത്രമാണ്. നമുക്കൊരു വീടുണ്ട്, ആ വീടിന്റെ ഉടയവർ നമ്മളല്ലെന്ന്. നമ്മൾ ആരാണ്? കാര്യസ്ഥന്മാരാണ്. നമ്മൾ മരിച്ച് മണ്ണോട് ചേർന്നാലും ആ വീട് എവിടെ? നമുക്കൊരു 10 ഏക്കർ സ്ഥലമുണ്ട്. ഈ സ്ഥലം എന്തിനാണ്? നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ആ സ്ഥലം അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ സ്ഥലത്തിന്റെ ആരല്ല, ഉടമയല്ല. നമ്മൾ കാര്യസ്ഥന്മാരാ. ആർക്കു വേണ്ടി നമ്മൾ കാര്യസ്ഥന്മാരായിരിക്കുന്നു? ദൈവത്തിന് വേണ്ടി നമ്മൾ കാര്യസ്ഥന്മാരായിരിക്കുന്നു. നമ്മൾ പറയും ഇതെന്റെ കുടുംബമാണ്, ഈ കുടുംബം എന്റേതാണ്. ആ കുടുംബം കർത്താവിൻ്റെതാണ്. ചേട്ടൻ മരിച്ചാലും ആ കുടുംബം അവിടെ തന്നെ. ചേട്ടനപ്പോ ആരാണ്? അപ്പൊ എന്റെ റോളാ? ചേട്ടൻ കാര്യസ്ഥനാണ്. ഹല്ലേലൂയ. കാര്യസ്ഥൻ ആരോട് കണക്ക് പറയണം? ഉടമസ്ഥനോട് കണക്ക് പറയണം. പ്രിയപ്പെട്ടവരെ, ആവിലാപ്പള്ളി റാപ്സനച്ചന്റെ അല്ല, സബാസ്റ്റ്യന്റെ ആണോ? അല്ല. ജോസഫച്ചന്റെ ആണോ? അല്ല. പിന്നെ ആരുടെയാണ്? ഇത് കർത്താവിൻ്റെതാണ്. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ മരിച്ചാലും ഇതിവിടെ തന്നെ ഉണ്ടാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നമ്മളൊക്കെ ആരാണ്? കാര്യസ്ഥന്മാരാണ്. കർത്താവ് മുന്തിരിത്തോട്ടത്തെ കുറച്ച് പണിക്കാർ കേൾപ്പിച്ചിട്ട് പോയ ഒരു കഥ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടുന്ന് കണക്ക് ചോദിച്ച് വന്നപ്പോൾ ഈ പണിക്കാരൊക്കെ കൂടി കർത്താവ് അയച്ചവരെ കൊന്നുകളഞ്ഞു. കണക്ക് കൊടുത്തില്ല. കൊടുക്കാൻ അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അവര് വിചാരിച്ചിരുന്നത് അവരെ ഏൽപ്പിച്ച ഈ മുന്തിരിത്തോട്ടം അവരുടേതാണ് എന്നാണ്. ഈ